ഒന്ന് ചെയ്തേ, ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. വളരെ ബൂർബൻ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം. ബൂർബൻ രാജവംശം ഫ്രാൻസ് ആണ് അല്ലേ? ഫ്രാൻസ് ആണ്. ഓക്കെ, ഇവിടെ തന്നെ നിങ്ങൾക്ക് വേറൊരു ചോദ്യം കൂടെ വരാറുണ്ട്. ബൂർബൻ, അതുപോലെ മാഞ്ചു രാജവംശം അല്ലേ? മാഞ്ചു രാജവംശമാണെങ്കിൽ അത് എവിടെയാണ് കുട്ടികളെ? ബൂർബൻ രാജവംശം ഫ്രാൻസ് എന്നതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഞ്ചു രാജവംശം അല്ലേ? മാഞ്ചു രാജവംശം ചൈനയാണ് അല്ലേ? മാഞ്ചു രാജവംശമാണെങ്കിൽ അത് ചൈനയാണ്. ബൂർബൻ ഫ്രാൻസ്, മാഞ്ചു ചൈനയാണ് അല്ലേ? മാഞ്ചു ചൈനയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമ്മുടെ ഈ ബൂർബൻ രാജവംശത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന ഒരു ജയില്, അത് നിങ്ങൾക്ക് SCRT ബേസ് ചെയ്തിട്ട് PSC ചോദിക്കാറുണ്ട്. പിള്ളേരെ, ഈ ബൂർബൻ രാജവംശത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന ജയിലാണ് ബാസ്റ്റിൽ ജയിൽ അല്ലേ കുട്ടികളെ? ബാസ്റ്റിൽ ജയിലാണ് അല്ലേ? ബാസ്റ്റിൽ ജയിലാണ്. ഈ ബൂർബൻ രാജവംശത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിലാണ്. ഈ ബാസ്റ്റിൽ ജയില് എന്നാണ് തകർത്തത് കുട്ടികൾ? എന്നാണ് തകർത്തത്? ബാസ്റ്റിൽ ജയില് 1789 ജൂലൈ 14 തകർത്തത്. ആ തകർത്ത സമയത്ത് വിപ്ലവകാരികൾ മുഴക്കിയൊരു മുദ്രാവാക്യമുണ്ട്. മുദ്രാവാക്യം ഏതാ കുട്ടികളെ? ആ വിപ്ലവ സമയത്ത് അല്ലെങ്കിൽ തകർക്കുന്ന സമയത്ത് വിപ്ലവകാരികൾ മുഴക്കിയ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, 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 സമത്വം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യമാണ് അവർ മുഴക്കിയത് അല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യമാണ് അവർ മുഴക്കിയ മുദ്രാവാക്യം അതാണല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം അല്ലേ? ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം ഇതാണ് കേട്ടോ, ഇതാണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ പഠിക്കേണ്ട പോയിന്റുകൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. ബൂർബൻ രാജവംശം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ പഠിക്കാനുള്ളത് ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ഫ്രാൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാഞ്ചു രാജവംശമാണെങ്കിൽ അത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ രണ്ട് രാജവംശങ്ങളും ചോദിക്കാറുണ്ട്. മാഞ്ചു രാജവംശം ചൈനീസ് വിപ്ലവമാണ്. പിന്നെ നമുക്ക് ഒരു ചോദിക്കും, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ബൂർബൻ രാജവംശത്തിന്റെ പ്രതീകം, അല്ലെങ്കിൽ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്നതാണ് ബാസ്റ്റിൽ ജയിൽ അല്ലേ? ബാസ്റ്റിൽ ജയില് 1789 ജൂലൈ 14 വിപ്ലവകാരികൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കുട്ടികളെ? ഈ ബാസ്റ്റിൽ ജയിലിനെ തകർക്കുന്നത് അല്ലെങ്കിൽ ബാസ്റ്റിലിനെ ആക്രമിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് PSCയും ചോദിക്കാം. PSCയിൽ നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാറുണ്ട്. നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം നമ്മൾ എടുത്തിട്ടുള്ളത് എന്നല്ലേ? നമ്മുടെ ആമുഖത്തില് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? പരാമർശിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം പരാമർശിക്കുന്നുണ്ട്. അത് നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്ന്? ഫ്രാൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് ലോകത്തിന് ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം ലഭിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേടാ. തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതെന്നാണ് ചോദ്യം. അപ്പോഴേ ഇത് പ്രൊഫഷണൽ ആൻസർ കീഴിൽ PSC സെർബിയ എടുത്തുവെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയി. കാരണം ക്യാൻസലായി, അതാ പറയാൻ വന്ന ഡിലീഷൻ പോയി. ഓക്കെ, കാരണം ആൻസർ ഏതാണ്? പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റഷ്യയാണല്ലേ ഇവിടെ? റഷ്യ. ഓക്കെ, അപ്പോൾ അവിടെ അത് നമുക്ക് SCRT ബേസ് ചെയ്ത് പഠിക്കാനുള്ള പോയിന്റ്സ് തന്നെയാണ്. പിള്ളേർ നമ്മുടെ കാലഘട്ടം, അതായത് നമ്മുടെ ഈ ലോകം 20ാം നൂറ്റാണ്ടിൽ തന്നെ പോർഷൻ ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൽ കൊടുത്തിട്ടുള്ളൊരു പോർഷനാണിത്. ഈ തീവ്രദേശീയതയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തീവ്രദേശീയതയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ് പിള്ളേരെ പാൻസ്ലാവ് അല്ലേ? ഒന്ന് പാൻസ്ലാവ് പ്രസ്ഥാനം, മറ്റൊന്ന് പാൻ ജർമ്മൻ പ്രസ്ഥാനം അല്ലേ പിള്ളേരെ? പാൻ ജർമ്മൻ പ്രസ്ഥാനം.
പിന്നെ ഉള്ളത് ഏതാണ് പിള്ളേരെ? പിന്നെ ഉള്ളത് പ്രതികാര പ്രസ്ഥാനം അല്ലേ? പിന്നെ ഉള്ളത് പ്രതികാര പ്രസ്ഥാനം. ഓക്കെ, അതായത് തീവ്രദേശീയതയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അല്ലേ? തീവ്രദേശീയതയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? പാൻ സ്ലാവ്, പാൻ ജർമ്മൻ, അതുപോലെ തന്നെ പ്രതികാര പ്രസ്ഥാനം. പാൻ സ്ലാവ്, പാൻ ജർമ്മൻ, അതുപോലെ പ്രതികാര പ്രസ്ഥാനങ്ങളുടെ ഈ മൂന്നെണ്ണം. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഈ പാൻസ്ലാവ് പ്രസ്ഥാനം പിള്ളേരെ എവിടെയാണ് ഈ പാൻസ്ലാവ് പ്രസ്ഥാനം വരുന്നത്? കിഴക്കൻ യൂറോപ്പ് അല്ലേ പിള്ളേരെ? കിഴക്കൻ യൂറോപ്പ് അല്ലെ? കിഴക്കൻ യൂറോപ്പിലെ ഏതൊക്കെ രാജ്യങ്ങൾ പാൻസ്ലാവ് വരുന്നത് കുട്ടികളെ? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, അതുപോലെ ഏത് വരുന്നുണ്ട്? സെർബിയ വരുന്നുണ്ട്. ബൾഗേറിയ, സെർബിയ അതുപോലെ ബൾഗേറിയ. പിന്നെ ഏത് വരുന്നുണ്ട്? സെർബിയ, ബൾഗേറിയ, ഗ്രീസ് അല്ലേ? സെർബിയ, ബൾഗേറിയ, ഗ്രീസ്. ഈ പറയുന്ന രാജ്യങ്ങളിലെ സ്ലാവ് വിഭാഗത്തിൽപ്പെട്ട വംശജരെ ഏകീകരിക്കുന്നതിനായി റഷ്യയുടെ സഹായത്താൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ? ഈ പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കുക. തീവ്രദേശീയതയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് കേട്ടാൽ പാൻസ്ലാവ്, പാൻ ജർമ്മൻ, പ്രതികാര പ്രസ്ഥാനം. അതിൽ നമ്മൾ പാൻസ്ലാവ് ആദ്യം പഠിച്ചു. കിഴക്കൻ യൂറോപ്പില് സെർബിയ, ബൾഗേറിയ, ഗ്രീസ് ഈ രാജ്യങ്ങൾ അല്ലേ? സെർബിയ, ബൾഗേറിയ, ഗ്രീസ് ഈ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ സഹായത്തോടെ ആരംഭിച്ചതാണ് ഏതെന്ന് പറയുന്നത് കുട്ടികളെ? ഈ പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി പാൻ ജർമ്മൻ പറഞ്ഞേടാ. പാൻ ജർമ്മൻ എവിടെയൊക്കെയാണ് വരുന്നത്? ഏതൊക്കെ മേഖലയിലാണ് വരുന്നത് പാൻ ജർമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാൻ ജർമ്മൻ ഏതൊക്കെ മേഖലയിലാണ് വരുന്നത്? മധ്യ യൂറോപ്പ് അല്ലെ വളരെ? മധ്യ യൂറോപ്പ് അതുപോലെ ബാൽക്കൻ മേഖല. മധ്യ യൂറോപ്പിലും അതുപോലെ ബാൽക്കൻ മേഖലയിലും കേട്ടോ. മധ്യ യൂറോപ്പിലെയും ബാൽക്കൻ മേഖലയിലെയും ഏത് വംശക്കാരെ പിള്ളേരെ? കറക്റ്റാണ്. ട്യൂട്ടോണിക് വംശക്കാരെ വംശക്കാരെ അല്ലെങ്കിൽ വർഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനായി ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ അല്ലേ? അപ്പൊ മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും ട്യൂട്ടോണിക് വർഗക്കാരെ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ? പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായ? ഇനി അടുത്ത പ്രതികാര പ്രസ്ഥാനം കൂടെ മനസ്സിലാക്കിയിരിക്കുക. 1871 ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പ്രദേശങ്ങളായിട്ടുള്ള ഏതൊക്കെ പ്രദേശങ്ങൾ? 1871 ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുള്ള പ്രദേശങ്ങളായിട്ടുള്ള അൽസൈസും ലൊറൈനും അല്ലേ പിള്ളേരെ? അൽസൈസ് ലൊറൈൻ ഈ പ്രദേശങ്ങളെ എന്നീ പ്രദേശങ്ങളെ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഏത് കുട്ടികളെ? ലെഫ്റ്റ് ആയിട്ട് വാ. ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഏത് കുട്ടികളെ? പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇത് മൂന്നുമായി ബന്ധപ്പെട്ട് SCERT ബേസ് ചെയ്ത് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ചോദ്യം വരുന്നൊരു ഭാഗമാണ് ഈ പറയുന്ന ഈ പ്രസ്ഥാനങ്ങൾ കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുന്നതാണ്. കാരണം ഹിസ്റ്ററി പഠിക്കുമ്പോൾ പലരും ഈ ഒരു ഭാഗം അധികം നോക്കാറില്ല. ഇതുപോലെ നിങ്ങളായാലും നിങ്ങൾ പഠിക്കാൻ എടുക്കുമ്പോൾ ഇത് അധികം നോക്കാറില്ല. ഇതുപോലെ ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതല്ലാതെ കൂടുതൽ ഇത് പഠിക്കാൻ എടുക്കാറില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? സത്യമാണ്. കാരണം ഇത് അങ്ങനെ സ്ഥിരം ചോദിക്കാറില്ല. പക്ഷെ ചോദ്യം വന്നു കഴിഞ്ഞാൽ കേട്ടോ നല്ല ചോദ്യമായിരിക്കും. ഓക്കെ, ഇയർ അതിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ നോക്കണ്ട ഇയർ ഒന്നും കേട്ടോ. ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ ഇയർ ഒന്നുകൂടെ നോക്കേണ്ടി വരും. നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ള പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രം ഓർത്തിരിക്കുക കേട്ടോ. ഒരുപാട് കാടേറി പോണ്ട. ഓക്കെ, പിന്നെ ഞാൻ പറയണത് വീണ്ടും നിങ്ങൾ കേട്ടിരിക്കണം. അതായത് ചിലപ്പം നമുക്ക് മുഴുവൻ കാര്യങ്ങളും ഓർക്കണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ഒരു പോയിന്റോ അല്ലെങ്കിൽ ഒരു വാക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ കാണത്തുള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ പിടിച്ചെടുക്കാൻ നോക്കണം കേട്ടോ. മനസ്സിലായ? ഇപ്പൊ എക്സാം അടുപ്പിച്ച് നമ്മൾ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും.
പക്ഷേ നമ്മൾ ചിലപ്പം എക്സാം ഹാളിൽ ചിലപ്പം നമ്മൾ പോണ സമയത്ത് ചിലപ്പോൾ മറന്നു പോകും. കൂൾ മൈൻഡ് ആക്കാൻ ശ്രമിക്കുക. മനസ്സിനെ നിങ്ങൾ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് പരീക്ഷ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണക്ഷൻ കോഡ് ഇല്ലടാ ഇതിൽ. കണക്ഷൻ കോഡ് ഇപ്പം അതൊരു പാൻ ജർമ്മൻ പ്രതികാരത്തിൻ്റെ പ്രായും ഫ്രാൻസിൻ്റെ പ്രായും കണക്ട് ചെയ്ത് വെച്ചാൽ അത് കിട്ടും. പ്രതികാര പ്രസ്ഥാനം ഫ്രാൻസ് എന്നുള്ള രീതിയിൽ കേട്ടാ. പാൻ ജർമ്മനിലെ പേരുണ്ടല്ലോ, ജർമ്മനി എന്നുള്ള പേരുണ്ടല്ലോ. ഓക്കെ, ഒന്നുകൂടെ പറയാം നമുക്ക്. ഇത് ഇത്ര ഒന്നുകൂടെ പറഞ്ഞു നോക്കാടാ, ഇതൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഓക്കെ, ക്ലിയർ ആണ്, നോക്കിക്കോ. അപ്പോൾ തീവ്രദേശീയത അല്ലേ, തീവ്രദേശീയതയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഒന്ന് പാൻസ്ലാവ്, മറ്റൊന്ന് പാൻ ജർമ്മൻ, മറ്റൊന്ന് പ്രതികാര പ്രസ്ഥാനം. നമ്മൾ ആദ്യം പാൻസ്ലാവ് പറഞ്ഞു. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് ഈ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിനായിട്ട് റഷ്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻസ്ലാവ് പ്രസ്ഥാനം കേട്ടോ. റഷ്യ അല്ലെങ്കിൽ USSR. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു പാൻ ജർമ്മൻ അല്ലേ. മധ്യ യൂറോപ്പിലെയും ബാൽക്കൻ മേഖലയിലെയും ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകീകരിച്ചുകൊണ്ട് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ഏതാ പിള്ളേരെ? പാൻ ജർമ്മൻ പ്രസ്ഥാനം. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത് നമ്മൾ പ്രതികാര പ്രസ്ഥാനം നമ്മൾ പറയുകയുണ്ടായ പ്രതികാര പ്രസ്ഥാനം 1871 ഫ്രാൻസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അൽസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കാനായി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഈ പുതിയ കാര്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിലൊരു വാശി കാണിക്കണം കേട്ടോ. ഒരു വാശി കാണിക്കണം, പുതിയ കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു വാശി കാണിക്കുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മെജോറിറ്റി ആൾക്കാർക്കുള്ളൊരു കാര്യം, ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം പഠിക്കുമ്പോൾ ഒരു ഒളിച്ചോടുന്നൊരു ഫീൽ ഞാൻ കാണാറുണ്ട് പലർക്കും. മനസ്സിലായ? അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ അങ്ങ് ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മത്സരം ഈ കൂടുന്ന സാഹചര്യത്തിൽ നമ്മൾ പാടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കോർ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ മുന്നോട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് ASM പരീക്ഷ നല്ല എളുപ്പമുള്ളൊരു പരീക്ഷ ആകാനാണ് സാധ്യത. മനസ്സിലായ? ഒരു എളുപ്പമുള്ളൊരു പരീക്ഷ ആവാനാണ് സാധ്യത. പക്ഷെ അപകടം കൂടുതലായിരിക്കും. എളുപ്പമുള്ള പരീക്ഷയിൽ അപകടം കൂടുതലായിരിക്കും. ചോദ്യം നേരായി വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ, ഓക്കെ, ക്ലിയർ ആണ്. എളുപ്പം വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. സത്യം പറഞ്ഞാൽ CPO എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും വിഷമമാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നി ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ. പക്ഷെ ഞാൻ പിന്നെ ഹാപ്പി എന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേരെല്ലാം നല്ല മാർക്ക് നേടിയവർ. അവർക്ക് നന്നായിട്ട് അവർ പാടുള്ള ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്താൽ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ ഭയങ്കര ഇത്തിരി എളുപ്പം ഈസി ആയതുപോലെ തോന്നിയായിരുന്നു. ഓക്കെ, ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പിള്ളേർ, നോക്കിക്കോ. ഇന്ത്യൻ നാഷണൽ ആർമി നമ്മൾ 2 ദിവസം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ആരാണ് കുട്ടികളെ? രാഷ് ബിഹാരി ബോസാണ്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസിൽ കൊണ്ട് വെക്കരുതേ നിങ്ങൾ. നമുക്ക് ഈ IN എന്ന് കേട്ട ഉടനെ നമുക്ക് ഉടനെ സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ളൊരു ഫീല് നമുക്ക് വരും. കാരണം അദ്ദേഹമാണ് അതിനെ അതാക്കി മാറ്റിയത് അല്ലേ. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ഫീല് നമുക്ക് വരും. പക്ഷേ സ്ഥാപകൻ രാഷ് ബിഹാരി ബോസാണ്. ഓക്കെ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരാവില്ല, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ ആണ് അല്ലേ. സൂര്യ സെൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി വരുന്നത്. ഓക്കെ, സ്വരാജ് പാർട്ടി CR ദാസ് ആണല്ലേ. CR ദാസ് ആണ് സ്വരാജ് പാർട്ടി. ഗദ്ദാർ പാർട്ടി നമ്മൾ ലാലാ ഹർദയാൽ അല്ലേ. ഓക്കെ, അപ്പോൾ ഏത് ആൻസർ വരും? ആൻസർ ഏത് വരും പിള്ളേരെ? ആൻസർ ഓപ്ഷൻ ബി വരും. ബി വരും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്വരാജ് പാർട്ടി CR ദാസ് മാത്രമല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അത് മോത്തിലാൽ നെഹ്റുവും കൂടിയുണ്ട് അല്ലേ. മോത്തിലാൽ നെഹ്റുവും കൂടിയുണ്ട് അല്ലേ. CR ദാസ്, മോത്തിലാൽ നെഹ്റുവും ഉണ്ട്. വർഷമൊക്കെ ചോദിക്കാറുണ്ട്. ഈ സ്വരാജ് പാർട്ടി വർഷമൊക്കെ ചോദിക്കാറുണ്ട്.
1923 ജനുവരി 1-ാം തീയതി. 1923 ജനുവരി 1 പിന്നെ നമുക്ക് അവിടെ ചോദിക്കാറുണ്ട് ആരാണ് ആദ്യ പ്രസിഡന്റ് എന്നും ആരാണ് ആദ്യ സെക്രട്ടറി എന്നും ചോദിക്കാറുണ്ട് അല്ലേ. പ്രസിഡന്റ് ദാസ് ആണ് അല്ലേ, പ്രസിഡന്റ് ദാസ് ആണ്, CR ദാസ് ആണ് പ്രസിഡന്റ് അല്ലേ. CR ദാസ് പ്രസിഡന്റ്, നമ്മുടെ മോത്തിലാൽ നെഹ്റു സെക്രട്ടറി. മൊത്തത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് സെക്രട്ടറിയാണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മൊത്തത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് സെക്രട്ടറിയാണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊരു ബേസ് ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. എന്താണ് നമ്മൾക്ക് ഇന്ത്യക്ക് സ്വന്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലേ. ഇന്ത്യക്ക് സ്വന്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടി നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതാണ്? സ്വരാജ് പാർട്ടിയാണ് അല്ലേ. സ്വരാജ് പാർട്ടിയാണ് കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഗദ്ദാർ പാർട്ടിയുടെ വർഷം ചോദിക്കാറുണ്ട്. ഗദ്ദാർ പാർട്ടിയുടെ വർഷം ഏതാ കുട്ടികളെ? ഗദ്ദാർ പാർട്ടിയുടെ വർഷം ഏതാണ്? ലാലാ ഹർദയാലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് 1900 പറഞ്ഞേ. ഗദ്ദാർ പാർട്ടി വർഷം പറഞ്ഞേടാ. ഗദ്ദാർ പാർട്ടി 1913 അല്ലേ. ഗദ്ദാർ പാർട്ടി 1913. ഇന്ത്യയിലാണോ ആരംഭിച്ചത് ഗദ്ദാർ പാർട്ടി? അല്ല, ഇന്ത്യയിലല്ല ആരംഭിച്ചത്. അമേരിക്കയിൽ, USA സാൻ ഫ്രാൻസിസ്കോയിലാണ് അല്ലേ. USA സാൻ ഫ്രാൻസിസ്കോയിലാണ് ഈ പറയുന്ന ഗദ്ദാർ മൂവ്മെന്റ് ആരംഭിച്ചത്. 1913 അമേരിക്ക സാൻ ഫ്രാൻസിസ്കോയിലാണ് ആരംഭിച്ചത് അല്ലേ. സാൻ ഫ്രാൻസിസ്കോയിലാണ് ആരംഭിച്ചത്. ഓക്കെ. പിന്നെ നമുക്ക് INA ബന്ധപ്പെട്ട് INA പ്രവർത്തിച്ച മലയാളികൾ ആരൊക്കെയെന്ന് പറഞ്ഞൊരു ചോദ്യം നിങ്ങൾ കണ്ടു കാണും റീസെന്റ് ആയിട്ട്. താഴെ പറയുന്നതിൽ ആരൊക്കെയാണ് INA പ്രവർത്തിച്ച മലയാളികൾ എന്നും പറഞ്ഞിട്ട് ഒരു ചോദ്യം നിങ്ങൾ കണ്ടു കാണും. ആരൊക്കെയാണ് കുട്ടികളെ? 2 മലയാളികളാണ് ആരോ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിച്ചത്. ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി അല്ലേ. ക്യാപ്റ്റൻ ലക്ഷ്മി നമ്മൾ INA വനിതാ വിഭാഗം അല്ലേ. ഝാൻസി റാണി റെജിമെന്റിന്റെ നേതാവായിരുന്നു ആര് കുട്ടികളെ? ഈ പറഞ്ഞ ക്യാപ്റ്റൻ ലക്ഷ്മി അല്ലേ. ക്യാപ്റ്റൻ ലക്ഷ്മി. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമ്മുടെ ഈ വക്കം അബ്ദുൽ ഖാദർ, അത് മൗലവിയാണോ? അത് മൗലവി അല്ല. മൗലവി പറയരുതേ, മൗലവി അല്ല കേട്ടോ. മൗലവി അത് രണ്ടും രണ്ടാൾക്കാരാണ് കേട്ടോ. രണ്ടാൾക്കാരാണ്. ഈ പറയുന്നത് ആരെയാ പറയുന്ന കുട്ടികളെ? INA പ്രവർത്തിച്ചതിന് ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ഒരാളുണ്ട് കേട്ടോ. INA പ്രവർത്തിച്ചതിന് ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നൊരു വ്യക്തിയുണ്ട്. അത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ 26-ാമത്തെ വയസ്സ് തൂക്കിക്കൊന്നൊരു വ്യക്തിയുണ്ട്. അത് വക്കം അബ്ദുൽ ഖാദറാണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദറാണ്. രണ്ടും രണ്ടാൾക്കാരാണ്. വക്കം അബ്ദുൽ ഖാദറുമുണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമുണ്ട് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമുണ്ട്. രണ്ടും രണ്ടാൾക്കാരാണ്. അപ്പം INA പ്രവർത്തിച്ച മലയാളികൾ എന്ന് പറഞ്ഞ ചോദ്യം വരുന്ന സമയത്ത് ക്യാപ്റ്റൻ ലക്ഷ്മിയും വക്കം അബ്ദുൽ ഖാദറുമാണ്. ഈ വക്കം അബ്ദുൽ ഖാദറിന്റെ ആ ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ കണ്ടു കാണും. എന്താണ് ആ ചോദ്യം എന്ന് കേട്ട് കഴിഞ്ഞാൽ INA പ്രവർത്തിച്ചതിന് ബ്രിട്ടീഷുകാരുടെ തൂക്കിലേറ്റിയ വ്യക്തിയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന മൗലവിയുടെ മകനല്ല, വക്കം അബ്ദുൽ ഖാദറാണ്. ഓക്കെ. മൗലവിയുടെ മോന്റെ പേര് വക്കം അബ്ദുൽ ഖാദർ എന്നാണ് കേട്ടോ. മൗലവിയുടെ മോന്റെ പേര്. അദ്ദേഹത്തെക്കുറിച്ച് ചോദ്യം PSC ചോദിച്ച് ഡിലീറ്റ് ചെയ്തായിരുന്നു. ചോദിച്ചിട്ട് ഡിലീറ്റ് ചെയ്തായിരുന്നു ആ ചോദ്യം. കോലെടുത്തോ? ക്ലിയർ ആണ്. അപ്പോൾ അത്ര ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, ഉച്ചയ്ക്ക് ശേഷം 2024 ഹിസ്റ്ററി ചോദ്യങ്ങൾ തരും കേട്ടോ. അതൊന്ന് നോക്കി പഠിച്ചോണേ കേട്ടോ പിള്ളേർ. ഓക്കെ, ക്ലിയർ ആണ്. ഇല്ല കഴിഞ്ഞില്ല. അത് പിന്നെ കൊടുക്കാം. നീ 1 മണിക്കും പറഞ്ഞേ. എടാ ചെയ്തേ, ക്വസ്റ്റ്യൻ ചെയ്തേ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ്. നീലം കർഷകരുമായി ബന്ധപ്പെട്ട്
ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം ശരിയാണോ തെറ്റാണോ പിള്ളേരെ? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. നീലം കർഷകരുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഏത്? ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ? കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം. ആണോ അവിടെ? അല്ല. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയത് കേദാ സത്യാഗ്രഹമാണ് കേട്ടോ. കേദാ സത്യാഗ്രഹമാണ്. കേദാ സത്യാഗ്രഹമാണ്. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയത് കേദാ സത്യാഗ്രഹം. അപ്പൊ രണ്ടാമത്തത് തെറ്റാണല്ലേ ഇവിടെ? രണ്ടാമത് തെറ്റാണ്. തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്ന പരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ കേദാ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അല്ല, തുണിമില്ല് വരുന്നത് അഹമ്മദാബാദ് സമരമാണല്ലേ പിള്ളേരെ? അഹമ്മദാബാദ് സമരമാണ് തുണിമില്ല് വരുന്നത്. അഹമ്മദാബാദ് സമരമാണ് തുണിമില്ല് വരുന്നത്. ഓക്കെ. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. അത് ശരിയാണ് കേട്ടോ. അത് ശരിയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്, ഇപ്പം മെജോറിറ്റി ആൾക്കാർക്കും ചിലപ്പോൾ ഈ ഒരു പോയിന്റ് ഡൗട്ട് വന്നു കാണും. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം ആവശ്യപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ. ഇനി അതിൽ ഡൗട്ടുള്ള ആൾക്കാർക്കും എഴുതാൻ പറ്റും. കാരണം 2ഉം 3ഉം തെറ്റാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. 2, 3 തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ ഡി എടുക്കാം നമുക്ക്. മനസ്സിലായ? അപ്പൊ അങ്ങനെ ഉത്തരവെടുത്തവർ കാണും അല്ലേ? അങ്ങനെ ഉത്തരവെടുത്തവർ കാണും. മനസ്സിലായി? അങ്ങനെ ഉത്തരവെടുക്കുന്നതാണ് എൻ്റെ കറക്റ്റായ മെത്തേഡ്, കറക്റ്റായ രീതി അതാണ് കേട്ടോ. അങ്ങനെ ഉത്തരവെടുക്കുന്നതാണ് എൻ്റെ കറക്റ്റായ രീതി എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. ഈ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഒന്ന് പറഞ്ഞേ. ഏതൊക്കെയാ പിള്ളേരെ? ഓരോന്നേരം പറഞ്ഞേ. ഉപ്പ് നികുതി എടുത്തു കളയുക അല്ലെ? ഉപ്പ് നികുതി നമുക്കിനി വേണോ? ഉപ്പ് നികുതി വേണ്ട. ഉപ്പ് നികുതി എടുത്തു കളയുക. ഒരു നിർദ്ദേശം, ഉപ്പ് നികുതി എടുത്തു കളയുക. രണ്ടാമത്തെ നിർദ്ദേശം എന്താണ് കുട്ടികളെ? കൃഷിക്കാർക്ക് എത്ര ശതമാനം നികുതി ഇളവ്? കൃഷിക്കാർക്ക് എത്ര ശതമാനം പിള്ളേരെ? കൃഷിക്കാർക്ക് 50% നികുതി ഇളവ്. 50% നികുതി ഇളവ്. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ്. ഓക്കെ. അടുത്ത് മൂന്നാമത്തത് വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ഈടാക്കുന്ന നികുതി എന്ത് ചെയ്യാൻ പറഞ്ഞു? കുട്ടികളെ? ഈടാക്കുന്ന നികുതി വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. മനസ്സിലായ? നമ്മുടെ രാജ്യത്തേക്ക് വിദേശ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നില്ലേ? നമ്മുടെ രാജ്യത്തേക്ക് വിദേശ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വസ്തുക്കൾക്ക് ഈടാക്കുന്ന നികുതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി എന്ത് ചെയ്യുകയുണ്ടായി? ആവശ്യപ്പെടുകയുണ്ടായി കേട്ടോ. ഓക്കെ. അടുത്ത് മൂന്നാമത്തത് രാഷ്ട്രീയ തടവുകാരെ നാലാമത്തത് രാഷ്ട്രീയ തടവുകാരെ എന്ത് ചെയ്യുക കുട്ടികളെ? വിട്ടയക്കുക. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. നാലാമത്തത് എന്താണ്? അഞ്ചാമത്തത് സൈനിക ചെലവും അതുപോലെ ഉദ്യോഗസ്ഥർക്കുള്ള ഉയർന്ന ശമ്പളവും എന്ത് ചെയ്യുക കുട്ടികളെ? കുറയ്ക്കുക. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും എന്ത് ചെയ്യുക കുട്ടികളെ? കുറയ്ക്കുക. ഓക്കെ. ഇനിയുണ്ട് പോയിന്റുകൾ. അത് പറഞ്ഞു തരാം. ഫുള്ള് പഠിക്കണം കേട്ടാ. പിന്നെ ആറാമത്തെ പോയിന്റ്, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ എന്ത് ചെയ്യുക? രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ എന്ത് ചെയ്യുക കുട്ടികളെ? പിരിച്ചുവിടുക. അതുപോലെ തന്നെ എന്താണ്? സമ്പൂർണ്ണ മദ്യനിരോധനം അല്ലേ? സമ്പൂർണ്ണ മദ്യനിരോധനം. പിന്നെ എട്ടാമത്തെ പോയിന്റ് ആയിട്ട് തീരദേശ കപ്പൽ ഗതാഗതം. ഓക്കെ. ഈ 8 നിർദ്ദേശങ്ങളാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. മനസ്സിലായോ പിള്ളേരെ?
ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. ഒന്ന്, ഉപ്പ് നികുതി എടുത്തു കളയുക, കർഷകർക്ക് 50% നികുതി ഇളവ്, വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്കുള്ള നികുതി ഉയർത്തുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവ് കുറയ്ക്കുക, ഉയർന്ന ശമ്പളം, ഉദ്യോഗസ്ഥരുടെ ഉയർന്ന ശമ്പളം കുറയ്ക്കുക, രഹസ്യാന്വേഷണ വിഭാഗം, ഇന്ത്യക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക, തീരദേശ കപ്പൽ ഗതാഗതം എന്ത് ചെയ്യുക കുട്ടികളെ? ആരംഭിക്കുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. അപ്പൊ കണ്ടോ, 8 പോയിന്റ് ഇവിടെ കിടക്കുകയാണ്. അപ്പം ചോദ്യം ഇടാനുള്ള സ്കോപ്പ് ഉള്ള ഒരു സാധനമാണ് ഈ കിടക്കുന്നത്. അതിൽ നിന്നൊരു പോയിന്റാണ് ഈ ക്വസ്റ്റ്യനിൽ എടുത്ത് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആദ്യ 3 സമരങ്ങളുടെ ചോദ്യം വന്നു. മനസ്സിലായോ? അതോടൊപ്പം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ അവരെടുത്തിട്ടിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് ഈ പറയുന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളിലാണ്. അപ്പൊ ഇത് SCERT ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ് കേട്ടോ. SCERT എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. മനസ്സിലായോ? ഇനി നിങ്ങൾ ഇതുപോലെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്വിറ്റ് ഇന്ത്യ. നമുക്കറിയാം, ഗാന്ധിജി INC-ക്ക് വേണ്ടി നടപ്പിലാക്കിയ അവസാനത്തെ ഒരു ബഹുജന പ്രക്ഷോഭം എന്നോ അവസാനത്തെ ഒരു സമരം എന്നോ നമുക്ക് ഏതിനെ പറയാം? ക്വിറ്റ് ഇന്ത്യ സമരത്തെ നമുക്ക് പറയാം, അല്ലേ? ക്വിറ്റ് ഇന്ത്യ സമരത്തെ നമുക്ക് പറയാൻ കഴിയും. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മറ്റുമായിട്ട് നിർദ്ദേശം നൽകുകയുണ്ടായി. അതെന്തൊക്കെയാണ് കുട്ടികളെ? ഡു ഓർ ഡൈ. അതല്ല പറയുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അതല്ല ഉദ്ദേശിച്ചത്. ഇതുപോലെ കുറച്ച് നിർദ്ദേശങ്ങൾ ഒരു ഡു ഓർ ഡൈയും കൊണ്ടുവച്ചോണ്ടിരിക്കുകയാണ്. അത് ചോദിക്കും, ഡു ഓർ ഡൈ ചോദിക്കും, അത് വേറെ കാര്യം. അത് ചോദിച്ചാൽ എല്ലാവരും എഴുതുകയും ചെയ്യും. പിള്ളേരെ, നാട്ടുരാജാക്കന്മാർ ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കുക. നാട്ടുരാജാക്കന്മാര് ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കുക. ഒന്നാമത്തെ കാര്യം, കർഷകർ ഭൂനികുതി കൊടുക്കരുത്. ഓക്കെ. അടുത്ത, സർക്കാർ ജീവനക്കാർ എന്ത് ചെയ്യണം? സർക്കാർ ജീവനക്കാര് ജോലി രാജിവെക്കാതെ തന്നെ ദേശീയ പ്രസ്ഥാനത്തോട് കൂറ് കാണിക്കണം. സർക്കാർ ജീവനക്കാര് ജോലി രാജിവെക്കാതെ തന്നെ എന്ത് ചെയ്യണം കുട്ടികളെ? ഈ ദേശീയ പ്രസ്ഥാനത്തോട് കൂറ് കാണിക്കണം. അതുപോലെ തന്നെ 4ാമത്തെ പോയിന്റ് ആയിട്ട് പട്ടാളക്കാർ എന്ത് ചെയ്യണം? പട്ടാളക്കാർ എന്ത് ചെയ്യണം കുട്ടികളെ? പട്ടാളക്കാര് സ്ഥാനങ്ങൾ ഒഴിയാതെ സ്വന്തം ആൾക്കാർക്കെതിരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. മനസ്സിലായോ? അവര് രാജിവെക്കുക. ഇപ്പം സർക്കാർ ജീവനക്കാരോടും അല്ലെങ്കിൽ പട്ടാളക്കാരോടും എന്നും രാജിവെക്കാൻ ഗാന്ധിജി പറയുന്നില്ല. ഓക്കെ, സർക്കാർ ജീവനക്കാരോട് പറഞ്ഞത് ഇതാണ്, നിങ്ങൾ രാജിവെക്കാതെ തന്നെ ദേശീയ പ്രസ്ഥാനത്തോട് കൂറ് കാണിക്കണം. പട്ടാളക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥാനങ്ങൾ ഒഴിയാതെ തന്നെ സ്വന്തം ജനങ്ങൾക്കെതിരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. കുട്ടികളോട് എന്ത് പറഞ്ഞു? വിദ്യാർത്ഥികളോട് എന്താ പറഞ്ഞു ഗാന്ധിജി? വിദ്യാർത്ഥികൾക്കാണ് നല്ല ഓഫർ വെച്ചത് കേട്ടാ. നല്ലൊരു ഓഫർ വെച്ചത്, സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? പറഞ്ഞുതരാം. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അതായത് ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ: 1, നാട്ടുരാജാക്കന്മാർ ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കുക. 2, കർഷകർ ഭൂനികുതി കൊടുക്കാൻ വിസമ്മതിക്കണം. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ തന്നെ ദേശീയ പ്രസ്ഥാനത്തോട് കൂറ് കാണിക്കണം. പട്ടാളക്കാർ സ്ഥാനം വെടിയാതെ എന്ത് ചെയ്യണം കുട്ടികളെ? എന്ത് ചെയ്യണം? പറഞ്ഞുതരാം. സ്ഥാനം വെടിയാതെ തന്നെ ഈ പറയുന്ന സ്വന്തം ആൾക്കാർക്കെതിരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. ഇനി വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യലബ്ധി വരെ പിടിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ പഠനം ഉപേക്ഷിക്കുക. ഇതായിരുന്നു ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ.
ഇത് നമ്മൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരോട് ഗാന്ധിജി ആവശ്യപ്പെട്ടതാണ് നമ്മൾ ഈ പറഞ്ഞ 8 കാര്യങ്ങൾ. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് രണ്ടും കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ചെയ്തടാ. നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് LGS, പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബിവറേജ് LD, പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇതൊക്കെയാണ് ഇനി വരാനുള്ള അടുത്ത വർഷം പരീക്ഷ അടക്കാൻ പോണ നോട്ടിഫിക്കേഷൻസ്. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ഡി ആണെങ്കിൽ 4ാമത്തെ തെറ്റാടാ അത്. നോക്കിക്കോ പിള്ളേരെ, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവന അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ശരിയാണ്. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. നമ്മൾ ഇന്നലെ മെനിഞ്ഞാന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്തല്ലേ? മെനിഞ്ഞാന്ന് സെയിം ഈ കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പോയിന്റ് ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളും പ്രതീക്ഷിക്കണം പരീക്ഷയ്ക്ക്. ശരിയാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ആണോ? ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ചമ്പാരൻ സത്യാഗ്രഹമാണ്. ശരിയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം 1915. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. കാരണം എല്ലാ പ്രസ്താവനകളും ശരിയായതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിൽ പറയുന്ന ഒരു പോയിന്റ് പോലും തെറ്റല്ല, എല്ലാം ശരി തന്നെയാണ്, എല്ലാം ശരിയാണ്. രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി എന്ന് പറയുന്നത് ഏതാണ് കുട്ടികളെ? ഈ പറഞ്ഞ ബനാറസ് സർവകലാശാലയുടെ ഉദ്ഘാടനമാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അതുപോലെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം 1915. ഇതെല്ലാം ശരിയാണ്. ഓക്കെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ടോൾസ്റ്റോയ് ആണ് കേട്ടോ. ടോൾസ്റ്റോയ്. അതുപോലെ തന്നെ ഗാന്ധിജിക്ക് രാഷ്ട്രീയമായിട്ടൊരു പിൻഗാമിയുണ്ട്. രാഷ്ട്രീയ ഗുരു ഗോഖലെ എന്നതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടൊരു പിൻഗാമിയുണ്ട്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ്. ക്ലിയർ ആണ്. ഗാന്ധിജിക്ക് ഒരു ആത്മീയ പിൻഗാമിയുണ്ട്. അത് ആചാര്യ വിനോബ ഭാവയാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആചാര്യ വിനോബ ഭാവയാണ്. ഗാന്ധിജിക്കൊരു മനസാക്ഷി സൂക്ഷിപ്പുകാരനുണ്ടായിരുന്നു. ആരാണ്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആരാ കുട്ടികളെ? സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ എതിരാളി ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ എതിരാളിയാണ് മുഹമ്മദ് അലി ജിന്ന. ഗാന്ധിജിയുടെ രാഷ്ട്രീയ എതിരാളി മുഹമ്മദ് അലി ജിന്നയായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ എതിരാളി. മുഹമ്മദ് അലി ജിന്നയാണ് രാഷ്ട്രീയ എതിരാളി. ഓക്കെ. ഇനി ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു കുട്ടികളെ? ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മഹാദേവ് ദേശായി. ആരാ കുട്ടികളെ? മഹാദേവ് ദേശായി ആയിരുന്നു ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു? മഹാദേവ് ദേശായി ആയിരുന്നു ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? അത്രേ വേണ്ടല്ലോ, കിട്ടിയല്ലോ. ഓക്കെ ആണ്. ഇന്ന് ചൂടുണ്ടല്ലേ? ഇത്തിരി ചൂടുണ്ടെന്ന് തോന്നുന്നു. വെയിലുണ്ട്. ഓക്കെ.
എന്തോ ഒരു കമന്റ് വന്ന്. ന്യൂനമർദ്ദം, എടാ ന്യൂനമർദ്ദം ഉച്ചമർദ്ദം എന്ന് അറിഞ്ഞൂടെങ്കിൽ ഞാൻ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടേ ചാനലിൽ കേട്ടോ, അതൊന്ന് കണ്ടു നോക്കിക്കോണേ കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, റീസെൻ്റ് ആയിട്ട് ഇട്ടതാ. പിള്ളേരെ പറ. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ കണ്ടെത്തുക എന്നതാണ്. ഓക്കെ, ഇത് എളുപ്പമല്ലേ? പ്രാചീന മലയാളം അദ്ദേഹത്തിൻ്റെതാണ്, ആദിഭാഷ അദ്ദേഹത്തിൻ്റെതാണ്, വേദാധികാര നിരൂപണം അദ്ദേഹത്തിൻ്റെതാണ്, ആത്മോപദേശ ശതകം ആരുടേതാണ് പിള്ളേരെ? അത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അപ്പം 1, 2, 3 1, 2, 3 ആകുമ്പോഴും ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ് കേട്ടോ. ഈ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെ ചോദിക്കുകയാണ് പിള്ളേരെ. ഇദ്ദേഹത്തിൻ്റെ 2 കൃതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരികൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ഇത് ഏത് കൃതിയിലാണ് കുട്ടികളെ? ആഴമേറും നിൻ മഹസാമാഴിയിൽ കേട്ടോ. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. അത് ഏതിൽ പറയുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ ദൈവദശകത്തിൽ പറയുന്നതാണ് കേട്ടോ. ദൈവദശകത്തിൽ കേട്ടോ, ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിലെ വഴികളാണ് ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അതായത് നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഗുണകരമാകണം എന്ന്. അത് ഏതാണ്? അത് ആത്മോപദേശ ശതകമാണ്. ഈ 2 വരികളും ഒന്ന് ഓർത്തിരിക്കുക. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ കാര്യങ്ങൾ. മനസ്സിലായല്ലോ? ഓക്കെ. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം ദൈവദശകമാണ്. ഓക്കെ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അത് ആത്മോപദേശ ശതകമാണ്. ഇത് 2 എഴുതിയത് ആരാണ് വീട്ടിൽ? ഇത് 2 എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ഈ 2 എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ. ശ്രീനാരായണ ഗുരു ഏത് വർഷമാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് കുട്ടികളെ? അത് നമുക്ക് ചോദിക്കുന്നൊരു എളുപ്പമുള്ള ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888 അല്ലെ? 1888 1888 അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തത്? നടത്തിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ പഠിക്കാറുണ്ട്, ബാധിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുട്ടികളെ? ആലുവ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ആലുവ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് വർഷമാണ് ആലുവ സർവമത സമ്മേളനം? 1924 അല്ലേ? 1924. ഓക്കെ, ഒന്നിനെ ഞാൻ പറഞ്ഞുതരാം. ബാധിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. ഈ പ്രഖ്യാപനം ശ്രീനാരായണ ഗുരുവിൻ്റെ ആലുവ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1924 ആലുവ സർവമത സമ്മേളനം അല്ലേ? ഓക്കെ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരൻ തന്നെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അത് ഏതാണ് കുട്ടികളെ? അത് നമ്മുടെ ഈ അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിൽ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം അദ്ദേഹം എഴുതി വെച്ച വരികളാണ് കേട്ടോ. ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിന് വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരു അവിടെ എഴുതി വെച്ചതാണ് കേട്ടോ. ഓക്കെ. ഇദ്ദേഹം അരുവിപ്പുറം നമ്മുടെ തിരുവനന്തപുരം അരുവിക്കരയല്ല, അത് നമ്മുടെ ഈ നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ ഭാഗത്താണ്. നെയ്യാറ്റിൻകര പോളിടെക്നിക്കിൻ്റെ അടുത്തായിട്ടൊക്കെ വരും കേട്ടോ അരുവിപ്പുറം. അരുവിക്കര വേറെ അരുവിപ്പുറം വേറെ കേട്ടോ. അരുവിപ്പുറം വേറെ. ക്ലിയർ ആണല്ലോ? അപ്പം അത് 1924 സംഭവമാണ് കേട്ടോ. ഓക്കെ. അരുവിക്കരയിൽ ഉള്ളത് നമ്മുടെ ഈ പറയുന്ന അരുവിക്കര ഒരു ഡാമുണ്ട്. പിന്നെ നമുക്ക് വേറെ പഠിക്കാൻ പറ്റുന്ന മറ്റേ ഇതുണ്ടോ നമ്മളെ GV രാജ സ്പോർട്സ് സ്കൂള്, അത് അരുവിക്കരയിലാണ്. GV രാജ സ്പോർട്സ് സ്കൂള്, GV രാജ സ്പോർട്സ് സ്കൂൾ കേട്ടോ. അത് അരുവിക്കരയിലാണ് കേട്ടോ. ഓക്കെ.
പിന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ക്ഷേത്രങ്ങൾ മാത്രമാണോ സ്ഥാപിച്ചത്? ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങൾ മാത്രം സ്ഥാപിച്ച ഒരു നവോത്ഥാന നായകനായിരുന്നോ? അല്ല. അദ്ദേഹം എന്ത് ചെയ്തു കുട്ടികൾ? അദ്ദേഹം വായനാശാലകളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച നവോത്ഥാന, അതായത് വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വായനാശാലകളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ആര് കുട്ടികളെ? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് അല്ലേ? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും പറഞ്ഞത് ആരെന്ന് കേട്ടാൽ അതും ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും പറഞ്ഞത് ആരാണ് കുട്ടികളെ? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ അല്ലേ?